ഹലോ ഫ്രണ്ട്സ്, ഞാൻ ബിഗ്രേഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വീണ്ടും ഒരു എക്സ്പെരിമെന്റ് ആണ് ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സ്പെരിമെന്റ് ആണ് വീഡിയോ, അതുകൊണ്ട് തന്നെ ചെറിയൊരു വീഡിയോ ആണ്. ഒരു എക്സ്പെരിമെന്റ് മാത്രം നമ്മളിന്ന് ചെയ്യണുള്ളൂ. വീഡിയോ ഒരു കണ്ടിരിക്കാൻ പറ്റിയ അല്ലെങ്കിൽ ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. അത്തരത്തിലുള്ള എക്സ്പെരിമെന്റ് നമ്മൾ ചെയ്യാൻ പോണേ. വീഡിയോ എന്തെങ്കിലും സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കുക. കാരണം വളരെ ചെറിയ വീഡിയോ ആണ്, സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്തതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോയ്ക്ക് പോകാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഈ എക്സ്പെരിമെന്റ് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് മഞ്ഞപ്പൊടി ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. പിന്നെ അത് കൂടാണ്ട് ഇത് കുറച്ച് ചൊറുക്കയാണ്, പിന്നെ ഇത് നമ്മുടെ സോപ്പും പൊടി, ഇപ്പോൾ ഇതും പിന്നെ കുറച്ച് വെള്ളം ഇതിന് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോണത് ഈ മഞ്ഞപ്പൊടിയുടെ പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഫ്രണ്ട്സ്. അപ്പം നമ്മളിത് ഈ മഞ്ഞപ്പൊടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചാണ് സോപ്പ് പൊടി കുറച്ചിട്ട് കൊടുക്കാം. അപ്പോൾ സോപ്പ് പൊടി ഇടുമ്പോൾ നിങ്ങൾ ഇതിന്റെ കളർ ശ്രദ്ധിച്ചോ. ഇതിന്റെ കളറിനൊരു വ്യത്യാസം തന്നെ നമുക്ക് കാണാൻ പറ്റും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ കളറ് ഒരു റെഡ് കളർ ആയിരുന്നതായിട്ട് കാണാൻ പറ്റുന്നത്. കാണാം, നല്ല ഡാർക്ക് റെഡ് അല്ലെങ്കിൽ ഒരു ബ്രൗണിഷ് റെഡ് കളർ നമുക്ക് ഈ ഒരു ഇതിന് കാണാൻ പറ്റും ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ഈ മഞ്ഞപ്പൊടിക്ക് നമ്മൾ കുറച്ച് സോപ്പ് പൊടി ഇട്ട് കഴിഞ്ഞപ്പോൾ ഇതിന്റെ കളറ് ഒരു റെഡിഷ് ബ്രൗൺ കളറായിട്ട് മാറിയിട്ടുണ്ട്. ഇതിന്റെ പിന്നിലുള്ള സയൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ ഈ എക്സ്പെരിമെന്റ് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ചൊറുക്ക. ഇതാണ് ചൊറുക്ക എടുത്തതാണ് കുറച്ച്. ഈ ചൊറുക്ക നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കാം നമുക്ക് നോക്കാം ഫ്രണ്ട്സ്. അപ്പം ഞാൻ ഈ ചൊറുക്ക ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോവാട്ടോ. ചൊറുക്ക ആഡ് ചെയ്തപ്പോൾ നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന ആ മഞ്ഞ കളർ നമുക്കിവിടെ കിട്ടി. ആ മഞ്ഞപ്പൊടിയുടെ കളറ് കണ്ടോ, നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന റെഡിഷ് ബ്രൗൺ കളർ ഇതിൽ നിന്ന് മാറിയിട്ട് ഒരു പ്യുവർ യെല്ലോ കളർ. ആ മഞ്ഞപ്പൊടിക്ക് നേരത്തെ ഉണ്ടായിരുന്ന കളർ എന്താണോ അതാണ് നമുക്ക് ഇവിടെ കിട്ടിയത് ഫ്രണ്ട്സ്. അപ്പം ഞാൻ ഇതിൽ എന്തിട്ട് സംഭവിച്ചത്, നമ്മളിപ്പം ഈ സോപ്പ് പൊടി ആഡ് ചെയ്തപ്പോഴും അതുപോലെ തന്നെ ഈ വിനാഗറും ആഡ് ചെയ്തപ്പോഴും എന്താണ് നമുക്ക് ഇവിടെ സംഭവിച്ചെന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടി കാണിച്ചു തരാം. എക്സ്പെരിമെന്റ് നമുക്ക് ഒരു പ്രാവശ്യം കൂടി ചെയ്ത് നോക്കാം. അതിൻ്റെ ഇടയിൽ ഞാൻ നിങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ നല്ല വ്യക്തമായിട്ട് പറഞ്ഞുതരാം ഫ്രണ്ട്സ്. അപ്പോൾ ഈ വീഡിയോയിൽ എന്താ സംഭവിച്ചത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഈ ഒരു എക്സ്പെരിമെന്റിന് പിന്നിലുള്ള സയൻസ് എന്താണെന്നാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറയാൻ പോകുന്നത്. നമ്മൾ ആദ്യമായിട്ട് എടുത്തത് ഒരു മഞ്ഞപ്പൊടിയാണ് നമ്മളെടുത്തത്. മഞ്ഞപ്പൊടി അതൊരു നാച്ചുറൽ ഇൻഡിക്കേറ്ററാണ് നമുക്കറിയാം. ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ബേസോ അല്ലെങ്കിൽ ഒരു ആസിഡോ അതിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കളറിന് വ്യത്യാസം വരികയാണെങ്കിലാണ് അതിനെ ഒരു ഇൻഡിക്കേറ്റർ എന്ന് പറയണത്. അപ്പോൾ നമ്മുടെ മഞ്ഞപ്പൊടി എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ഇൻഡിക്കേറ്ററാണ്. അതിനെ നമ്മളിപ്പോൾ ബേസും ആസിഡായിട്ട് ഇവിടെ എടുത്താണത്. ആസിഡായിട്ട് ഇവിടെ എടുത്തത് വിനാഗറും അതുപോലെ തന്നെ ബേസായിട്ട് ഇവിടെ എടുത്തത് ഡിറ്റർജൻറ്റും ആണ്. ഈ ഇൻഡിക്കേറ്ററിലേക്ക് ഡിറ്റർജൻറ്റ് ആഡ് ചെയ്യുമ്പോൾ, ഡിറ്റർജൻറ്റ് എന്ന് പറയുന്നത് ബേസാണ്, ബേസ് ആഡ് ചെയ്യുമ്പോൾ അതിന് ഒരു റെഡിഷ് ബ്രൗൺ കളർ കിട്ടും. അതുപോലെ തന്നെ ആ സെയിം ഇതിലേക്ക് നമ്മൾ ഒരു ആസിഡ് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ കളറ് റീറ്റെയിൻ ചെയ്യും. അതായത് നേരത്തെ ഏത് കളറാണ് ഉണ്ടായേ ആ കളറിലേക്ക് തന്നെ അത് തിരിച്ചു വരും. അതാണ് ഇവിടെ നടക്കണേ. ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ലൈക്ക് ചെയ്യാം. അടുത്തൊരു അടിപൊളി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു എക്സ്പെരിമെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വീഡിയോകളായിട്ട് കാണുന്നത് വരെ ബൈ.